ശബരിമല വിഗ്രഹക്കടത്തിൽ ആരോപണ വിധേയനായ ഡി മണി തിരുവനന്തപുരത്ത് എത്തിയെന്ന് SITക്ക് വിവരം ലഭിച്ചു. എന്നാൽ പണം കൈമാറിയതിനെക്കുറിച്ച് ഇതുവരെയും തെളിവ് കണ്ടെത്താൻ പ്രത്യേക അന്വേഷണ സംഘത്തിനായിട്ടില്ല. സ്വർണ്ണക്കൊള്ളയിൽ ബെല്ലാരിയിലെ സ്വർണ്ണ വ്യാപാരി ഗോവർദ്ധനെയും സ്മാർട്ട് ക്രിയേഷൻ CEO പങ്കജ് ഭണ്ഡാരിയെയും അന്വേഷണ സംഘം വീണ്ടും ചോദ്യം ചെയ്യും. ശബരിമലയിലെ ഒരു ഉന്നതന്റെ സഹായത്തോടെ ഉണ്ണികൃഷ്ണൻ പോറ്റി ഇടപെട്ട് ഡി മണിക്ക് പഞ്ചലോഹ വിഗ്രഹങ്ങൾ കൈമാറിയെന്നായിരുന്നു പ്രവാസി വ്യവസായിയുടെ വെളിപ്പെടുത്തൽ. 2020 ഒക്ടോബർ 26-ന് ഡി മണി തിരുവനന്തപുരത്തെത്തിയെന്നായിരുന്നു മൊഴി. ഡി മണി തിരുവനന്തപുരത്ത് വന്നിട്ടുണ്ടെന്നുള്ളതിന് അന്വേഷണ സംഘത്തിന് വിവരം ലഭിച്ചിട്ടുണ്ട്. പക്ഷേ വിഗ്രഹ കൈമാറ്റത്തെക്കുറിച്ച് കാര്യമായ തെളിവുകളില്ല. പണം കൈമാറിയതിനെക്കുറിച്ചും വിവരമില്ല. ഡി മണിയുടെ തിരുവനന്തപുരത്തെ സന്ദർശനത്തെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ തേടുകയാണ് അന്വേഷണ സംഘം. ഇയാൾ തിരുവനന്തപുരത്ത് എത്തിയ ശേഷം ആരൊക്കെ കണ്ടുവെന്നാണ് പരിശോധിക്കുന്നത്. വിഗ്രഹക്കടത്തിനെക്കുറിച്ച് അറിയില്ലെന്നായിരുന്നു ഡി മണി നൽകിയ മൊഴി. ഇയാൾ പറയുന്നതിൽ പരസ്പര വിരുദ്ധമായ കാര്യങ്ങളുണ്ട്. അന്വേഷണ സംഘത്തെ ആശയക്കുഴപ്പത്തിലാക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണോ ഇതെന്നും സംശയമുണ്ട്. ദിണ്ടിഗലിലെ ചോദ്യം ചെയ്യലിൽ കാര്യമായ പ്രതികരണം ഡി മണിയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല. അതിനാലാണ് തിരുവനന്തപുരത്തേക്ക് ചോദ്യം ചെയ്യലിനായി വിളിപ്പിക്കാൻ SIT തീരുമാനിച്ചത്. ശബരിമലയിൽ നിന്ന് കൊണ്ടുപോയ സ്വർണം കണ്ടെത്തുന്നതിന്റെ ഭാഗമായാണ് ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻ CEO പങ്കജ് ഭണ്ഡാരിയെയും ബെല്ലാരിയിലെ സ്വർണ്ണ വ്യാപാരി ഗോവർദ്ധനെയും വീണ്ടും ചോദ്യം ചെയ്യാൻ അന്വേഷണ സംഘം തീരുമാനിച്ചത്. ബെല്ലാരിയിലെ ജ്വല്ലറിയിൽ നിന്ന് കണ്ടെത്തിയത് ശബരിമലയിൽ നിന്ന് കൊണ്ടുപോയതിന് തത്തുല്യമായ സ്വർണമായിരുന്നു. മീഡിയ 1 തിരുവനന്തപുരം.